ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയിരുന്ന സമയത്ത് ഞങ്ങളവിടെ ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലെടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലം ഗുഗ്ലി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് നദിയുടെ ഒരു പോർഷൻസെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നദിയുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബാരക്പൂർ എന്ന് പറയുന്നത്. അപ്പം ഗ്രാമീണ മേഖലയാണോ എന്ന് ചോദിച്ചാൽ ഗ്രാമീണ മേഖലയാണ്, എന്നാൽ സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ സിറ്റിയാണ്. അങ്ങനത്തെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാരക്പൂർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ഈ ഒരു ഏരിയ കണ്ടു. അവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നദിയിലേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഇതുവഴി നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ നദിയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നദിയിലേക്കൊന്ന് ഇറങ്ങിപ്പോയി നമുക്ക് അവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ വന്നൊരു ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ ചൂടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ചൂടാണെങ്കിൽ ചൂടിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ സ്വർഗ്ഗമെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ബാരക്പൂരിലേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ നാട്ടിലും ഭയങ്കര ചൂടിൻ്റെ ഒരു സമയമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ബാരക്പൂരിലെ ചൂടെന്ന് പറയുന്നത്. സത്യം നമ്മൾ നിന്ന് ഉരുകിപ്പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് അവിടുത്തെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉച്ച സമയത്തോടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ നിൽക്കാൻ പോലും ഒരു കാറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കര ചൂടും ആകെ വീർത്ത് നാശമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ നദിയുടെ അടുത്തെത്തിയപ്പോൾ നദിയുടെ നല്ല ഭംഗിയുണ്ട് കാണാൻ, വലിയൊരു നദി. അപ്പം കുറച്ച് നേരം നമ്മൾ വെയിലാണെങ്കിൽ അതൊക്കെ സഹിച്ച് നമ്മൾ അവിടെ നിന്ന് നിന്നു. കുറച്ച് നേരം നമ്മളെ നാട്ടിലൊന്നും ഇതിങ്ങനത്തെ നദി കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നപ്പോൾ എനിക്കാണെങ്കിൽ നദിയിലോട്ട് ഇറങ്ങാൻ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ കാണുമ്പം ഒന്ന് ഇറങ്ങണം, ഒന്ന് കാല് കഴുകണം എന്നൊക്കെ തോന്നുമല്ലോ, നദിയിൽ കുളിക്കണം. ആ നദീതീരത്ത് ഒരുപാട് വള്ളങ്ങൾ ഇതുപോലെ അടുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളങ്ങളാണ്. ഒരുപാട് വള്ളങ്ങൾ എങ്ങനെ ചേർത്തിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലും നദിയിലെ മീനുകളാണ് കേട്ടോ കഴിക്കുന്നത്. അല്ലെങ്കിൽ അവർ വളർത്തുന്ന മീനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള മീനുകളാണ് കൂടുതലായിട്ടും കഴിക്കുക. ഇവിടെ കടൽ മീൻ കിട്ടുമെങ്കിൽ പോലും കൂടുതലായിട്ടും ആൾക്കാർക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നത് വളർത്തു മീനുകളാണ്. ഇതുപോലുള്ള നദികളിലേക്ക് മീനുകളാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നദിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോന്നറിയത്തില്ല, എനിക്ക് നദിയിലേക്ക് ഇറങ്ങാനൊരു ഭയങ്കര ഒരു വെമ്പൽ. അങ്ങനെ നദിയിലേക്ക് ഇറങ്ങി. പക്ഷേ നദിയുടെ ആ അടുത്തെത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കാണുന്നത് പോലെയല്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. അവിടെ ഒരു ആഴമുള്ള സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല. കാരണം എനിക്ക് എൻ്റെ ജീവൻ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുഴയുടെ അടുത്ത് നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ അവിടെ അടുത്തെത്തിയപ്പോൾ തന്നെ വല്ലാത്ത സ്മെല്ലാണ്, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, അത്രമാത്രം മലിനപ്പെട്ടിടക്കുകയാണ് നദി. ഭയങ്കര സ്മെല്ലാണ്. എന്താ പറയുക, നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതും ഗുഗ്ലി നദിയുടെ തീരത്തുള്ള മറ്റൊരു അട്രാക്റ്റീവ് പ്ലേസാണ്. ഇവിടെ പഴയ കാലഘട്ടത്തിലെ ബിൽഡിങ്ങൊക്കെയാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ബിൽഡിങ്ങാണ് ഇതെല്ലാം. ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ മരങ്ങളും പിന്നെ തണലും നല്ലൊരു ഏരിയ. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്ലേസിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു മരമാണ്. ആ മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മരത്തിനുള്ളിലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ.
നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ ചെമ്പകം. ഇപ്പോൾ അത് കാണാൻ പോലും കിട്ടാറില്ല. അമ്പലങ്ങളിലൊക്കെ ധാരാളം ഈ ചെമ്പക മരം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ നല്ല മണമാണ്, പല നിറത്തിലുണ്ട് ഈ ചെമ്പകം. ഇപ്പോൾ അങ്ങനെ കാണാം. പക്ഷേ ഇവിടെ എവിടെ നോക്കിയാൽ ഈ ചെമ്പകം നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ മണം നമുക്ക് എവിടെ നിന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരുന്നത്. ഈ ഒരു മരത്തിൽ നിറയെ ചെമ്പക പൂവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നിറയെ അമ്പലങ്ങളിലൊക്കെ നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറഞ്ഞു ആ പൂവൊക്കെ. പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും വലിയ വലിയ മരങ്ങളാണ്, ചെമ്പകത്തിൻ്റെ വലിയ മരങ്ങളാണ് കാണാൻ കഴിയുന്നത്.